ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ലാ ലീഗയിലെ ബാഴ്സലോണയുടെ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ്. അപ്പോൾ എന്താണ് ബാഴ്സലോണയെ സംബന്ധിച്ചുള്ള മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് റയൽ ബെറ്റിസിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ബെനിറ്റോ വിയാമാരിൽ വെച്ചിട്ടായിരുന്നു. മത്സരം 2-2 എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചുള്ളത്. ഈ മത്സരത്തിൽ 2 തവണ ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയ്ക്ക് ലീഡ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 തവണയും ബെറ്റിസ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ബാഴ്സലോണ ഒരു 2 പോയിന്റ്സ് ഡ്രോപ്പ് എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ മത്സരത്തിൻ്റെ ആകത്തുകയുള്ള മൊത്തത്തിലുള്ള സ്വഭാവമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഫെയർ റിസൾട്ടാണ്. അതായത് ബെറ്റിസിനെ സംബന്ധിച്ചോളം ആ മത്സരം തോൽക്കാൻ അവർ ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാഴ്സലോണയ്ക്ക് ടൈറ്റിൽ വിൻ ചെയ്യണമെങ്കിൽ, ബാഴ്സലോണയുടെ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എന്താണ് ഈ സീസണിൽ ടൈറ്റിൽ വിൻ ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരത്തിൽ നിന്ന് 3 പോയിന്റ്സ് എങ്ങനെയെങ്കിലും ഗ്രൈൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു. പ്രത്യേകിച്ച് 2 തവണ ലീഡിലെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് അവർ 5 പോയിന്റ്സ് മാത്രമേ സ്വരൂപിച്ചെടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഒരു കൺസേണിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതിൽ തന്നെ അവസാനത്തെ 5 ലാ ലീഗ മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് മയോർക്കെതിരെയുള്ള ആ ഒരു വിജയമായിരുന്നു. അപ്പോൾ അതൊരു റിയാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഫ്ലിക്കിൻ്റെ ശൈലിയിൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ കൊടുക്കത്തെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും വേണം എന്നുള്ളത് നമ്മൾ മുമ്പും സംസാരിച്ച സംഭവം തന്നെയാണ്. അപ്പോൾ എവറി 3 ഡേയ്സ് ഇങ്ങനെ കളികൾ വരുന്ന സാഹചര്യത്തിൽ ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ടീമിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഒരു ഹൈ റിസ്ക് ആ ഒരു ഹൈ ലൈനും പരിപാടിയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ്, ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഫ്ലിക്കിൻ്റെ ടീമിനെതിരെ കളിക്കാനുള്ള ഫോമിൽ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏകദേശം എന്താണ് ഫ്ലിക്കിൻ്റെ ടീം ചെയ്യാൻ പോകുന്നതിൻ്റെ ധാരണ അവർക്കുണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി കുറയുന്ന സാഹചര്യത്തിൽ ഈ ഫ്ലിക്കിൻ്റെ ടീമിനെതിരെ ബാക്കിയുള്ള ടീമുകൾക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം മാനുവൽ പെല്ലഗ്രീനിയുടെ ടീം അത്ര നല്ല ഫോമിലൊന്നുമല്ല. അവർ മിഡ് ടേബിളാണ് ഇരിക്കുന്നത്. അവർ കുറച്ച് മത്സരങ്ങളായിട്ട് വിൻലെസ്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നേടിയെടുക്കാൻ സാധിച്ചു. അവർ ഒരു ബിഗ് ടീമിനെതിരെ നല്ല രീതിയിൽ അവരവിടെ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചു. അപ്പോൾ അതിൽ തന്നെ ബാഴ്സലോണ ബോയ്സ്, ഇപ്പോൾ അതിൽ ഫോമർ ബാഴ്സലോണ ബോയ് ആയിട്ടുള്ള ആബ്ദെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. വിക്ടർ റോക്കെ അവിടെ ഇപ്പോൾ ലോണിൽ പോയിരിക്കുകയാണ്. ചെങ്ങായി നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. ഫോമർ റയൽ മാഡ്രിഡ് പ്ലെയർ ആയിട്ടുള്ള ഇസ്കോ ഒക്കെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവീല നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. സബാരി നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ബെറ്റിസിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ബാഴ്സലോണയുടെ ആ ഒരു റൈറ്റ് സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഒരു ഏരിയയിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാനുള്ള ശ്രമം ബെറ്റിസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടും കൂണ്ടെ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളത് അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ഏരിയയിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ ഈ ഇതിൽ തന്നെ ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം, ആ ഒരു ഗോൾ അവർ ഈക്വലൈസർ കൺസീഡ് ചെയ്തതിൽ അതൊരു കിടിലൻ ഗോളാണ്, ഒരു ഫാന്റാസ്റ്റിക് ഗോളാണ്, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ആ ഒരു ക്രോസ് തടയാൻ പറ്റുമായിരുന്നു ബാഴ്സലോണയ്ക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. അല്ലെങ്കിൽ മൊത്തത്തിൽ മത്സരത്തിൽ ഒന്ന് കണ്ടെയ്ൻ ചെയ്ത് കളിച്ചുകൊണ്ട് ആ ലീഡ് എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം, ഇത്തിരി നാസ്റ്റി ആയിട്ട് ഡേർട്ടി ആയിട്ട് കളിച്ചുകൊണ്ട് കുറച്ചൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ട് അത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ ഒരു 3 പോയിന്റ്സ്, വാല്യുബിൾ ആയിട്ടുള്ള 3 പോയിന്റ്സ് സ്വന്തമാക്കണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഈ ടീം വളരെ യങ് ആയിട്ടുള്ള ഒരു സൈഡാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു മെച്യൂരിറ്റിയുടെ കുറവുണ്ട്. ഒപ്പം എക്സ്പീരിയൻസ് പ്ലേയേഴ്സൊക്കെ ഉണ്ട് അവിടെ, അത് വേറെ കാര്യം. എന്നാൽ പോലും ഇതെന്താണ് മൊത്തത്തിൽ ആ ഒരു ശൈലിയിൽ ചില സാഹചര്യങ്ങളിൽ, ഞാൻ കഴിഞ്ഞ മത്സരത്തിൻ്റെ റിവ്യൂ പറയുമ്പോൾ പറയുന്നുണ്ട്, ചില സാഹചര്യങ്ങളിൽ ശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടി വരും. ആ ഒരു ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും. എന്നാലേ 3 പോയിന്റ്സ് ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ, ഗ്രൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ബാഴ്സലോണ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ റയൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ റയൽ മാഡ്രിഡ് ജിറോനക്കെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-0 എന്നുള്ള സ്കോറിൽ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് അവിടെ ആ സൈഡിലൂടെ വരുന്ന കാര്യം നമുക്കറിയാം. അവർക്ക് അവരുടെ 2 ഗെയിംസ് ഇൻ ഹാൻഡ് വിജയിച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് ഒപ്പം എത്താൻ പറ്റും പോയിന്റ്സ് ടേബിൾ എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ രീതിയിലാണ് അവിടെ ടൈറ്റിൽ റേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാഴ്സലോണ അവർക്ക് നല്ലൊരു ഹെൽത്തി ലീഡ് ഉണ്ടായിരുന്നത് അവരായിട്ട് കൊണ്ടു തുലയ്ക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അപ്പോൾ പെനാൽറ്റി ഇപ്പോൾ മത്സരത്തിൽ കൺസീഡ് ചെയ്ത രീതി നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രങ്കി ഡിയോങ് ആണ് പെനാൽറ്റി കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നൈവായിട്ടുള്ള പെനാൽറ്റിയാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, 1-0 ലീഡുണ്ട്. ഹാഫ് ടൈമിലേക്ക് ബാഴ്സലോണ ലീഡുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ ആദ്യത്തെ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബെറ്റിസിൻ്റെ
ഭയങ്കര ഷാർപ്പായിട്ടുള്ള സ്റ്റാർട്ടായിരുന്നു. അവർ ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ 1-2 ക്ലിയർ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു കോർണറിൽ നിന്നുള്ള നമ്മുടെ റഫീനിയയുടെ ക്ലിയറൻസ്, ഗോൾ ലൈൻ ക്ലിയറൻസ് നമ്മൾ കണ്ടു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിയറൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇനാക്കി പെന്നയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1v1 സേവ് അബ്ദയുടെ അറ്റംപ്റ്റിൽ, അത് കസാഡയുടെ ഒരു ക്ലിയറൻസ് ആ ഒരു മിഡ് ഏരിയയിൽ അത് നേരെ അബ്ദയുടെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അബ്ദ എന്നിട്ട് 1v1 സിറ്റുവേഷനിൽ നിൽക്കുന്നു. 1v1 സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചു? ഇനിയാക്കി പെന്ന രക്ഷകനാകാണ്. ഇനിയാക്കി പെന്ന മത്സരത്തിൽ 3 സേവുകളെ നടത്തിയിട്ടുള്ളൂ. പക്ഷേ ആ 3 സേവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ തന്നെ ഈ ഫസ്റ്റ് ഹാഫിലെ ഈ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള സേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മത്സരത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് ബെറ്റിസിന് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവ് ഇനാക്കി പെന്ന പുൾ ഓഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ടെർ സ്റ്റെഗൻ ഇഞ്ചുറിയൊക്കെ പറ്റിയുള്ള സാഹചര്യം ഇനാക്കി പെന്ന ആ ഒരു വലകാക്കാനായിട്ട് വരുമ്പോൾ പല രീതിയിലുള്ള ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ ഗെയിം അങ്ങോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. പല ഇമ്പോർട്ടൻറ്റ് സേവുകളും ചങ്ങായി നടത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ആ ക്രൂഷ്യൽ സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാഴ്സലോണ പരാജയപ്പെട്ടു പോയേനെ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഇനാക്കി പെനക്ക് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു 10 മിനിറ്റ് ശേഷം പിന്നെ ഒന്ന് കാം ഡൗൺ ചെയ്തു. സിറ്റുവേഷൻ മൊത്തത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നമുക്ക് ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നായിരുന്നു. അപ്പോൾ മിഡ്ഫീൽഡിൽ ഇപ്പോൾ കസാഡോ ആണെങ്കിലും പെഡ്രി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരാൽ കഴിയുന്ന രീതിയിൽ ആ ഒരു കൺട്രോളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഈ ടെനാസിറ്റിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കസാഡോയുടെയൊക്കെ, അതൊക്കെ വളരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിലും. ചങ്ങായിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലമീൻ യമാലിനെ കുറിച്ചിട്ട് എന്താ പറയുക? ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഇപ്പോൾ അവരുടെ ചാൻസ് ക്രിയേറ്റിംഗ് മെഷീൻ ലമീൻ യമാലാണ്. ലമീൻ യമാൽ മാത്രമാണ് ഈ മത്സരത്തിൽ ഒരു വിജയം പിന്നെ കംപ്ലീറ്റ്ലി ബാഴ്സലോണ സൈഡിൽ ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്ന തരത്തിലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ. അപ്പോൾ ആളുടെ ഇപ്പോൾ ഫെറാൻ ടോറസിന് കൊടുത്തുള്ള അസിസ്റ്റും അതൊക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നുള്ള കാര്യം ഓർക്കണം. വാട്ട് എ ബോൾ, വാട്ട് എ പാസ്. അത് മാത്രമോ അദ്ദേഹം പിന്നെ ബോൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിന്നെ ബാക്ക് ഹീൽ പാസ്, കൂണ്ടയുമായിട്ടുള്ള ആ ഒരു സിങ്ക് ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ, ഈവൻ പെഡ്രിയും ആ ഒരു സൈഡിലേക്ക് നീങ്ങി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സിങ്ക് ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ കൂണ്ടയും ഇപ്പോൾ അറ്റാക്കിംഗ് സൈഡിൽ ഇപ്പോൾ ലെമീൻ വന്നതോടുകൂടി മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലി അദ്ദേഹത്തിൻ്റെ വളറബിലിറ്റി നമുക്ക് ഈ മത്സരത്തിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിലൂടെയുള്ള റൺസ് അദ്ദേഹത്തിന് അടങ്ങറ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ശരിക്കും ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഈവൻ വിക്ടർ റോക്കിയും ചില സാഹചര്യങ്ങൾ അത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ലെമീൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചില റണ്ണുകളൊക്കെ ഉണ്ട്, ഡിഫെൻസിനെ പെട്ടെന്ന് അറ്റാക്കിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങൾ. ഒറ്റയ്ക്ക് പുള്ളിക്കാരൻ ബോൾ എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലൊരു മൊമെൻറ്റിൽ അദ്ദേഹം ബോളുമായിട്ട് പറന്നു പോകുന്ന സാഹചര്യത്തിൽ പിന്നെ അത് ഫെറാൻ ടോറസിന് കൊടുത്തു. അവിടെ ഫെറാൻ ടോറസ് ഓഫ് സൈഡായി. ഫെറാൻ ടോറസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാന പ്രശ്നം. ഫെറാൻ ഇപ്പോൾ ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര ഈസി ആയിട്ടാണ് ചങ്ങായി ഓഫ് സൈഡായി പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലമീൻ്റെ ആ ഒരു റണ്ണ് സത്യം പറഞ്ഞാൽ അതിൽ ബെറ്ററായിട്ട് അറ്റ്ലീസ്റ്റ് അത് ഒരു ഗോളിലെങ്കിലും കലാശിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ പാസ് ഫെറാൻ ടോറസ് എന്നിട്ട് പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി ചങ്ങായി ഓഫ് സൈഡായിരുന്നു. ഇപ്പോൾ ഗോൾ അടിച്ചിരുന്നെങ്കിലും അത് ഓഫ് സൈഡായി പോയേനെ. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ലമീൻ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ ഈ 17ാമത്തെ വയസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ 9 അസിസ്റ്റുകളായി ലാ ലീഗയിൽ എന്നുള്ള കാര്യം ഓർക്കണം. 9 അസിസ്റ്റുകൾ. അതിലെത്ര 14 സ്റ്റാർട്ടുകൾ എങ്ങാനേ ലമീൻ്റെ പേരിലുള്ളൂ. ലാ ലീഗയിലെ അസിസ്റ്റ് റെക്കോർഡ് ഷാവിയുടെയും മെസ്സിയുടെയും പേരിലല്ലേ 20 അസിസ്റ്റിൻ്റെ ആ ഒരു റെക്കോർഡ്. അത് മറികടക്കാനുള്ളൊരു അവസരമുണ്ട് ലമീൻ്റെ മുമ്പിൽ. കാരണം ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള അവരുടെ ക്രിയേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡിൽ അവരുടെ ഒരു ഫിലോസഫിയിൽ എന്താണ്, ഈ ഒരു പിന്നെ സെൻട്രൽ ഏരിയയിലൂടെയുള്ള ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള ക്രിയേഷൻ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. കാരണം ടീമുകൾക്ക് മനസ്സിലായി ആ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത്. അത് ചിലപ്പോൾ ചില സമയം മിഡ് ബ്ലോക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ലോ ബ്ലോക്ക് ഇട്ടിട്ടോ ഒക്കെ ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ ഹയർ അപ്പ് ദ പിച്ച് പ്രസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു പിന്നെ ഡിഫൻസിൽ നിന്നുള്ള മിഡ്ഫീൽഡിലേക്കുള്ള പ്രോഗ്രഷൻ തടയാൻ ശ്രമിക്കും. ഇപ്പോൾ എന്താണ് ഡിഫൻസിൽ നിന്നുള്ള മിഡ്ഫീൽഡിലേക്കുള്ള കാര്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇൻസൈസീവ് പാസുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുബാർസിയുടെ അടുത്താണെങ്കിലും ഇനീഗോയുടെ അടുത്താണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര മോശമൊന്നും ആയിരുന്നില്ല ബാഴ്സലോണയുടെ ഡിഫൻസ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ കുബാർസിയൊക്കെ ഇടയ്ക്ക് ഇത്തിരി പിന്നെ എന്താ പറയുക ഒരു ഷേക്കി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ബെറ്റിസിൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു അഗ്രസീവ് സ്റ്റാർട്ട് നടത്തിയ സാഹചര്യത്തിൽ. പിന്നെ അങ്ങനെ സെറ്റിലായി. ഇനിഗോ മാർട്ടിനസും അതേ രീതിയിൽ തന്നെ സോളിഡ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ കൂണ്ടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബാൽഡയെ സംബന്ധിച്ചോളം വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ക്രോസസ് എന്നുള്ളതാണ്. അറ്റാക്കിലേക്കൊക്കെ പോകുന്നുണ്ട്, അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ചങ്ങായിയുടെ ഈ
പറഞ്ഞ പോലെ ഡെലിവറീസ് അത് വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതൊരു പ്രശ്നമാണ്, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായത്. പക്ഷേ അഗൈൻ യങ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ലെവ അറസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു ഷാർപ്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ബിൽഡപ്പിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. റഫീനി ആണെങ്കിൽ ഓൺ ദ ബോൾ അത്ര മികച്ച രീതിയിൽ നമുക്ക് റഫീനിയുടെ പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അഗെയിൻ ഓഫ് ദ ബോൾ ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിച്ചുകൊണ്ട് ചെങ്ങായി നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ടീമിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിൻവലിച്ചു. അത് കുറച്ച് നേരത്തെ ആയി പോയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ മത്സരത്തിൽ ഫെറാൻ വന്നിട്ട് ഗോൾ അടിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പക്ഷേ സ്റ്റിൽ റഫീനിയുടെ വർക്ക് റേറ്റൊക്കെ ഒരു പക്ഷേ ഈ മത്സരത്തിൽ ആ ഒരു 3 പോയിൻറ്റ്സ് നേടിയെടുക്കാൻ യൂസ്ഫുൾ ആയിപ്പോനെ. ശരിയാണ്, സിഗ്നൽ ഇടുന്ന പാർക്കിലേക്ക് പോകണം, ബൊറൂഷ്യ ഡോട്ട്മുണ്ടുമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കണം, അതിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ റഫീനി ഉണ്ടല്ലോ, അത് ഒരു വേറെ ലെവൽ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജയിക്കണം എന്നുള്ള ഒടുക്കത്തെ ത്വരയുണ്ട് ആ ചങ്ങായിക്ക് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ എന്താണ് ഈ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള ആ ഒരു ചാൻസ് ക്രിയേഷൻ കുറഞ്ഞുകൂടി വിങ്ങിലൂടെയാണ് കൂടുതലും ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ലെമീൻ തന്നെയാണ് മാക്സിമം ചാൻസുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലെമീൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ശരിക്കും ബാഴ്സലോണ സ്ട്രഗിളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു മനുഷ്യന് എത്രത്തോളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള സംഭവമല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ നിന്നും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരേണ്ടതായിട്ടുണ്ട് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ബാഴ്സലോണയുടെ ആദ്യത്തെ ഗോള് മത്സരത്തിലേത് വരുന്നത്, അതിൽ ആ ഒരു റൈറ്റ് സൈഡിലുള്ള കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലമീൻ യമാൽ പെഡ്രിയുടെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, ആ ഒരു ടൈറ്റ് സ്പേസിലുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്, ആ സ്പേസിലേക്കുള്ള മൂവ്മെൻറ്റ്, അത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അതിനുശേഷം 1 ടച്ചിൽ കൂണ്ടെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ, ആ സിങ്ക് അവിടെ വർക്കൗട്ട് ആവുകയാണ്. അതിനുശേഷം കൂണ്ടെ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ക്രോസ് കൊടുക്കുന്നു. ലെവയെ സംബന്ധിച്ചിടത്തോളം ടാപ്പിൻ ഗോൾ അടിക്കാനുള്ള അവസരം കിട്ടിയതാണ്. ഫാന്റാസ്റ്റിക്. അപ്പോൾ ആ രീതിയിൽ ബെറ്റിസ് നല്ല രീതിയിൽ തുടങ്ങുന്നു. പക്ഷേ ബാഴ്സലോണ മത്സരത്തിൽ ലീഡ് എടുക്കുന്നു. അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്ന കാര്യത്തിൽ 1-0 ലീഡ് ഉണ്ടായിരുന്നു. അത്ര നല്ല രീതിയിലല്ല ബാഴ്സലോണ കളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലെ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ ബെറ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് 3 അറ്റംപ്റ്റുകളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 6 അറ്റംപ്റ്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 2 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പിന്നെ ബാഴ്സലോണ ആകെ 3 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ. അത് അൺഡെവലപ്പിംഗ് ആയിട്ടുള്ള സംഭവമാണ്. സെക്കൻഡ് ഹാഫിൽ വെറും 3 അറ്റംപ്റ്റുകൾ. നേരെ മറിച്ച് ബെറ്റിസ് ആണെങ്കിൽ 9 അറ്റംപ്റ്റുകൾ നടത്തി. അവിടെ ഹോം ഗെയിം ആണല്ലോ, അപ്പോൾ അവർ ഒഫൻസീവ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു ഡ്രോയിൽ സെറ്റിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ആ ഈക്വലൈസർ അടിച്ചതിന് ശേഷം ആ ഡ്രോയിൽ സെറ്റിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സേവ് എങ്ങനെയാണ് ഇനിയാക്കി പിന്നെ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ക്വിക്ക് ഫ്രീ കിക്ക് എടുത്താണ് ലെഫ്റ്റ് സൈഡിലൂടെ, അതായത് ബാഴ്സലോണയുടെ റൈറ്റ് ഏരിയയിലൂടെ ക്വിക്ക് ഫ്രീ കിക്ക് എടുക്കുന്നു. അപ്പോൾ ഈ കൂണ്ടിയുടെ പുറകിലൂടെ റണ്ണ് നടത്തുന്നു ആബ്ദെ. അതിനുശേഷം അദ്ദേഹം നല്ലൊരു ക്രോസ് കൊടുക്കുകയാണ്. ബോക്സിലൂടെ 2 ബെറ്റിസിൻ്റെ താരമുണ്ട്, അതിൽ വിറ്ററോക്കയിൽ എടുത്ത് കാണുന്നുണ്ട്. അതിന് ഇഷ്ടംപോലെ സ്പേസും ടൈമും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് പക്ഷേ ഇനിയാക്കി പിന്നെ മനോഹരമായിട്ട് സേവ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡൈവ് ചെയ്ത് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു. അതേപോലെ തന്നെ ഫ്രീ കിക്ക്, മറ്റൊരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നത്. ലെവൻഡോസ്കി ഫ്ലിക്ക് ചെയ്തു. അത് എന്നിട്ട് ആൻറ്റി മേരിയത്തിൻ്റെ ആ ഒരു ഹെഡർ അത് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയുള്ള പെനാൽറ്റി വരുന്നത്? അപ്പോഴേക്കും ഫ്രങ്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രങ്കിയുടെ നൈവ് നേച്ചറാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഫ്രങ്കി, നമുക്കറിയുന്നതാണ്. പക്ഷേ വളരെ നൈവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് അദ്ദേഹം അവിടെ എടുത്തുള്ളത്. പക്ഷേ അവിടെ ബാഴ്സലോണ എടുത്തായിരുന്നു ബോൾ ഉണ്ടായിരുന്നു. ബാഴ്സലോണയുടെ അറ്റാക്കിങ്ങിൻ്റെ ഇടയിൽ അവരുടെ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ബാഴ്സലോണ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നത്. കസേഡോ ഒരു ലോഫ്റ്റർ ബോൾ ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്നു നമ്മുടെ ബെറ്റിസ്. എന്നതിന് ശേഷം അവിടെ ബെറ്റിസിൻ്റെ അടുത്ത് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ചിമി അവീല എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഒരു കമ്പോഷർ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബാഴ്സലോണ കൗണ്ടർ പ്രസ് ചെയ്യും, ബോൾ വിൻ ബാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവിടെ അവീല നല്ല രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നു. അദ്ദേഹം ഒന്നിങ്ങോട്ട് തിരിയുന്നു. അതിനുശേഷം ഈ ആബ്ദയുടെ വിറ്ററോക്കയുടെ ലെഫ്റ്റിലൂടെ റണ്ണ് പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഫ്രങ്കി ഡി യോങ്ങാണ് റിക്കവറി റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ പുറകിലൂടെ ഓടുകയാണ്. എന്നതിനുശേഷം ഈ ആംഗിൾ ക്ലിപ്പ് ചെയ്തിട്ട് അത് പെനാൽറ്റിയാണ്. അതിൽ ഒരു വാദം ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല. വിക്ടറോക്കി ഷൂസ് പിടിച്ചിട്ടാണ് നടക്കുന്നത്, ബൂട്ട് ഊരിയിട്ട് ആണ് നടക്കുന്നത്. എൻ്റെ ബൂട്ട് ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടത് പെനാൽറ്റി ആയിരുന്നു. പെനാൽറ്റി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, റെഡ് കാർഡ് ഫ്രങ്കിക്കാണോ കൊടുത്തത്? അല്ല, റെഡ് കാർഡ് അവിടെ കിട്ടിയത് ഹാൻസിഫ്ലിക്കിനാണ്. ഹാൻസിഫ്ലിക്ക് വാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി പോകേണ്ട സിറ്റുവേഷൻ വന്നു. ആൾ സ്റ്റാൻഡ്സിൽ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ലൊസെൽസോ ആണ് ആ ഒരു ഗോൾ അടിക്കുന്നത്. വളരെ നല്ല കമ്പോഷർ കാഴ്ചവെക്കുന്നു. 6 ഗോളുകളെങ്ങാനും ലൊസെൽസോ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ബെറ്റിസിന് വേണ്ടി ഈ സീസണിൽ എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ ബെറ്റിസ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഈക്വലൈസർ നേടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെയാണ് ബാഴ്സലോണ ലീഡ് എടുക്കുന്നതിൽ ഈ ഇസ്കോനൊക്കെ അപ്പോഴത്തേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ബെറ്റിസ് വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർ 71ാമത്തെ മിനിറ്റിൽ റൂയിബാലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്കാണ് റൂയിബാലിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു മത്സരത്തിൽ. പിന്നെ ഇസ്കോ വരുന്നു, അതുപോലെ അസാന ജോ വരുന്നു. അപ്പോൾ ഈ അസാന ജോ ആണ് പിന്നീട് ആ ഒരു ഈക്വലൈസർ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു
അറ്റാക്കിങ് ചെയ്ത് വരുന്നു. ഇതോടെ ഒപ്പം ബാഴ്സലോണ പാവോ വിക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗാവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പെഡ്രിയൊക്കെ പിൻവലിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഈ ഫെറാൻ ടോറസിൻ്റെ ഗോൾ വരുന്നത്, ഫെറാൻ ടോറസിനൊക്കെ 60ാമത്തെ മിനിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡാനി ഓൾമോ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡാനി ഓൾമോക്ക് അത്ര മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പിന്നെ ആ ഒരു ബോക്സിലേക്കുള്ള ചില റണ്ണുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത്ര നല്ല രീതിയിൽ അതിന് കളിക്കാൻ പറ്റില്ല. കുറച്ച് ഒരു ഓഫ് ഡേ ആയിരുന്നു ഓൾമോയെ സംബന്ധിച്ചിടത്തോളം. ഓൾമോൻ്റെ ഒക്കെ പല്ലിളകി പോയിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ടൂത്ത്ലെസ് പെർഫോമൻസ് ആണ് ആരോ ട്വിറ്ററിൽ പറഞ്ഞ പോലെ ഓൾമോയുടെ ഭാഗത്ത് നിന്നൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോയെ മാറ്റിയിട്ട് ഫ്രെങ്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, റഫീനിയെ മാറ്റിയിട്ടാണ് ഫെറാനെ കൊണ്ടുവന്നത്. 60ാമത്തെ മിനിറ്റിൽ തന്നെ റഫീനിയെ പിൻവലിക്കാനുള്ള തീരുമാനം ഫ്ലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 1-0 ലീഡ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഈ ഫെറാൻ്റെ ഗോൾ എങ്ങനെയാണ് വരുന്നത് 82ാമത്തെ മിനിറ്റിൽ. അപ്പോൾ അതിൽ പിന്നെ ബെറ്റിസ് ഒരു ക്ലിയറൻസ് നടത്തുമ്പോൾ കസാഡോയുടെ ഒരു ടെനാസിറ്റി നമ്മളവിടെ കാണാം. കസാഡോയുടെ ഇസ്കോഡ് എടുത്തേക്ക് ആ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യാണ്. നല്ല രീതിയിൽ ടാക്കിൾ നടത്തിയിട്ട് ബോൾ വിൻ ചെയ്യുന്നു. അതിനുശേഷം അത് ലമീനിലേക്ക് എത്തുന്നു. പിന്നെ ലമീൻ മാജിക്കാണ്, വേറെ ഒന്നുമില്ല അവിടെ. ലമീൻ യമാൽ മാജിക്കാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അദ്ദേഹം പിന്നെ കട്ടിൻ സൈഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ആ പാസ് കണ്ടത് എന്നുള്ളതാണ്. ബോക്സിലേക്കുള്ള ഫെറാൻ്റെ ആ ഒരു റണ്ണ് അദ്ദേഹം മനോഹരമായിട്ട് പിക്ക് ചെയ്യുന്നു. ഫെറാൻ അതിന് മുമ്പ് ഓഫ് സൈഡൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഓഫ് സൈഡ് ആയി എന്നുള്ളതാണ് ബെറ്റിസ് ആരാധകർ കരുതിയത്, ഈവൻ ബാഴ്സലോണ ആരാധകർ കരുതിയത്. കാരണം ലൈറ്റ്സ്മാൻ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫെറാൻ്റെ നല്ല കൂൾ ഫിനിഷ് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ ആ പാസ്സാണ്, അത് ആ പാസ്സാണ് അതിലെല്ലാം. അപ്പോൾ പിന്നെ അത് പിന്നെ ഓഫല്ല എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. ബാഴ്സലോണ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി കുറച്ച് മിനിറ്റ്സേ ബാക്കിയുള്ളൂ, ഇഞ്ചുറി ടൈമും. അപ്പോൾ ഗെയിം മാനേജ് ചെയ്യണം, അതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ചിലപ്പോൾ വലിഞ്ഞിറങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് ബാഴ്സലോണ ഇനി ലേൺ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം. അങ്ങനെ അത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിലുകളും കാര്യങ്ങളും അടിക്കാൻ പറ്റുള്ളൂ. ചില സാഹചര്യങ്ങളിൽ അഗ്ലി ആയിട്ട് ജയിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. നല്ല പെർഫോമൻസ് ഒന്നും എല്ലാ മത്സരത്തിലും ഒരു മാരത്തൺ സീസണിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ല. ചില മത്സരങ്ങളിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ജയിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അലഹാൻഡ്രോ ബാൽഡിനൊക്കെ പിൻവലിച്ചിട്ട് ഹെക്ടർ ഫോർട്ടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഈ പിന്നെ റൂയിബാലിൻ്റെ ക്രോസ്, ആ ക്രോസ് വേണമെങ്കിൽ തടയാമെന്നൊക്കെ പറയാം. പക്ഷേ ആരും ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിലാണ് സാനുഡിയോയുടെ ഫിനിഷ്. അതൊരു ഫാന്റാസ്റ്റിക് ഫിനിഷാണ്, ഗ്രേറ്റ് ഫിനിഷ്, ഫസ്റ്റ് ടൈം ഫിനിഷ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് പിന്നെ സംശയം. അവർ ഡിസേർവിംഗ് ആയിരുന്നു ആ ഈക്വലൈസർ, അത്രേ പറയാനുള്ളൂ. റഫീനിയ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ നേരത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് അനിവാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾ തിക്ക് ആൻഡ് ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. പക്ഷേ റഫീനിയ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വോളി അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ മത്സരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബെറ്റിസിലെ ആ ഒരു ക്രൗഡിനെ പിന്നെ നിശബ്ദരാക്കാനൊന്നും ബാഴ്സലോണയ്ക്ക് ഈ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ലമീൻ യമാൽ മാത്രമാണ് ആ ഒരു എക്സ് ഫാക്ടറോട് കൂടിയിട്ട് ബാഴ്സലോണ സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നത്. മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞ പോലെ പെഡ്രിയും കസാഡോയും മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള ചാൻസ് ക്രിയേഷൻ വളരെ കുറവായിരുന്നു. അതൊരു കൺസേൺ ആണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബാഴ്സലോണ അടുത്തത് ബൊറൂഷ്യ ഡോർട്ട്മണ്ടിനെതിരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഇനി റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. സ്പേഴ്സ് ചെൽസി മത്സരം, അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ബൈ.